പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ ഗിൽഗാൽ മിനിസ്ട്രിയുടെ പേരിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വീഡിയോ ഇടുവാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത്, ഇന്നേക്ക് 8 ദിവസം മുൻപ് റാന്നിയിൽ കരിങ്കുറ്റി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ചെറിയ പരസ്യയോഗത്തിൽ പ്രസംഗിക്കാനിടയായി. അതിൻ്റെ യൂട്യൂബ് വീഡിയോ പല പ്രിയപ്പെട്ടവരും കണ്ടു. അതൊരു പ്രിയ ശ്രോതാവ് ഇട്ട ഒരു കമൻറ്റ് മുഖാന്തരമാണ് ഇങ്ങനെ സംസാരിക്കാനിടയാകുന്നത്. അദ്ദേഹം തൻ്റെ കമൻറ്റിൽ ഇങ്ങനെ എഴുതിയിരുന്നു: മനുഷ്യപുത്രനെ ആരും കുരിശിൽ തറച്ചിട്ടില്ല, മനുഷ്യപുത്രൻ ശാപമായി തീർന്നിട്ടില്ല, മറിച്ച് ഒരു ദൈവദാസനായിരുന്നു എന്നും യേശു മറ്റുള്ള പാപം ഏറ്റെടുത്തിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ കമൻറ്റിൽ കാണാനിടയായി. ബഹുമാനപ്പെട്ട ശ്രോതാവിൻ്റെ അനുഗ്രഹീതമായ കമൻറ്റിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ആ കമൻറ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ. നാം ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനാധാരമായി ചില ഗ്രന്ഥങ്ങളോ വിശ്വാസങ്ങളോ ആവശ്യമാണ്. എൻ്റെ ഓർമ്മയിൽ വന്നൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ അന്നത്തെ നിരീശ്വരവാദികളുടെ ഗ്രൂപ്പിലെ സമുന്നതനായ നേതാവും ഇടമറുക എന്നറിയപ്പെടുന്ന ആ പ്രിയ സാറും കേരളത്തിലെ ഒരു ദൈവദാസനുമായി ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംവാദം നടത്താനിടയായെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യമായി സംവാദിക്കുന്നതിന് മുമ്പ് ഈ കർത്താവിൻ്റെ ദാസൻ ശ്രീ സാറിനോട് ചോദിച്ചു, താങ്കൾ സംസാരിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായി എന്തെങ്കിലും പുസ്തകം താങ്കളുടെ കൈവശമുണ്ടോ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിന് നിദാനമായ ഒരു പുസ്തകവുമില്ല. അടുത്തത്, താങ്കളത്തെ ഡേറ്റ് ഒന്ന് പറയണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ഡേറ്റ് പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഡേറ്റ് പറയുമ്പോൾ ക്രിസ്തുവിന് ശേഷം, ക്രിസ്തുവിന് പിൻപ് എന്നാണ് ഡേറ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദി എന്ന് പറയുന്ന അദ്ദേഹം ഡേറ്റ് പറയുമ്പോൾ തന്നെ ക്രിസ്തു ഉണ്ട്, അല്ലെങ്കിൽ ദൈവപുത്രനായ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം അറിയാതെ തൻ്റെ വാക്കിൽ നിന്ന് വന്നു എന്ന് ഞാൻ കേൾക്കാനിടയായി. ഞാൻ പറഞ്ഞൊരു സാരം, ഇവിടെ ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ ഞാൻ വിശ്വസിക്കുകയും പഠിക്കുകയും ലോകത്തിലെ നാനാഭാഷകളിൽ എഴുതപ്പെട്ടതുമായ വിശുദ്ധ വേദപുസ്തകം, അല്ലെങ്കിൽ സത്യവേദ പുസ്തകം എന്നറിയപ്പെടുന്ന പുസ്തകത്തെ ആധാരമാക്കി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സത്യങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം, ചരിത്രങ്ങൾ അടങ്ങിയത്, മനുഷ്യരാശിയുടെ ഉൽപ്പത്തി മുതൽ മനുഷ്യരാശിയുടെ അവസാനം വരെ, പ്രാരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ്റെ ജനനം, ജീവിതം, വീഴ്ച ഇവയൊക്കെ വളരെ വ്യക്തമായി പരാമർശിക്കുമ്പോൾ 66 പുസ്തകങ്ങൾ അടങ്ങിയ 39 പഴയ നിയമ പുസ്തകങ്ങളും 27 പുതിയ നിയമ പുസ്തകങ്ങളും എന്ന പേരിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ വീണുപോയ മനുഷ്യന്, പാപം ചെയ്ത മനുഷ്യൻ്റെ
പര്യവസാനം മരണം കൊണ്ട് അവസാനിക്കുന്നില്ലെന്നും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തെ ജയിച്ച്, മരണത്തെ തോൽപ്പിച്ച് പാതാളത്തിലിറങ്ങിപ്പോയി വിശുദ്ധന്മാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ ആ യേശു ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് നിത്യനായി വാഴുമ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മനുഷ്യനെ നോക്കി നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് ആ പുസ്തകത്തെ ആധാരമാക്കി മാത്രമേ ഞാൻ സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നുള്ളൂ. പുസ്തകത്തിൻ്റെ പ്രത്യേകത 1200 പരം വർഷങ്ങളുള്ള അനേക ദൈവഭക്തന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്ന് എഴുതിയെന്നാണ് നാം പഠിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്ത്. അപ്പം അങ്ങനെ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഇതിലെ കണ്ടൻ്റ് ഒന്നാണ്. സുവിശേഷങ്ങൾ പോലും 4 സുവിശേഷങ്ങൾ 4 പേര് ഒരുമിച്ചിരുന്നല്ല, പലയിടങ്ങളിലിരുന്ന് എഴുതിയ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിനെക്കുറിച്ചും യേശു ആരാണെന്നും യേശു എന്തിന് ലോകത്തിൽ വന്നുവെന്നും യേശു ഇഹലോകത്തിൽ എന്തൊക്കെ ചെയ്തു എന്നും വളരെ വ്യക്തമായി പുസ്തകത്തിൽ അവർ പരസ്പരം അറിയാതെ എഴുതിയ പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഒരു തെറ്റും കുറ്റവും പറയാൻ കഴിയാത്ത തരത്തിൽ എഴുതുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രിയ കർത്താവിൻ്റെ ദാസന്മാർക്ക് കൃപ കൊടുത്തു. അതുകൊണ്ട് ആ പുസ്തകത്തെ ആധാരമാക്കി സംസാരിക്കുമ്പോൾ പ്രിയ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നാം ആധാരമാക്കിയിരിക്കുന്ന ആ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യമായി പഠിക്കാം. ലോകത്തിൽ അനേക ഭാഷകൾ തർജ്ജിമ ചെയ്യപ്പെടുകയും ആദ്യമായി പ്രിൻ്റ് ചെയ്യപ്പെടുകയും മറ്റിതര പുസ്തകങ്ങളെക്കാൾ ഉപരി, മതഗ്രന്ഥങ്ങളെക്കാൾ ഉപരി വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ സാരം, ദൈവാംശം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, മനുഷ്യൻ്റെ വീഴ്ച വളരെ വ്യക്തമായിരിക്കുന്ന ഈ പുസ്തകത്തിൽ ആധാരം പഠിച്ച് എനിക്ക് പറയാൻ കഴിയുന്നത്, പ്രിയ ശ്രോതാവ് പറഞ്ഞ വാക്കുകളിലേക്ക് ഞാനൊന്ന് മടങ്ങി വരികയാണ്. മനുഷ്യപുത്രനെ ആരും ക്രൂശിൽ തറച്ചിട്ടില്ല, അല്ലെങ്കിൽ വധിച്ചിട്ടില്ല. യേശു ശാപഗ്രസ്തനല്ല, മറിച്ച് ഒരു ദൈവദാസൻ തന്നെ. എല്ലാവരുടെയും പാപം യേശു ഏറ്റെടുത്തിട്ടുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. നമുക്കറിയാൻ കഴിയും, ഇന്ന് പലസ്തീൻ്റെ പച്ചമണ്ണിൽ ഇന്നും തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. ഹീസ് എറൈസ്ഡ്, അവനിവിടെ ഇല്ല. കാരണം ഇന്ന് വരെ ലോകത്തിൽ അടക്കം ചെയ്ത കല്ലറകൾ തുറന്നു കിടക്കില്ല. ആ കല്ലറ ഇപ്പോഴും ക്ലോസ് ആയിട്ട് അടഞ്ഞു കിടക്കും. പക്ഷെങ്കിൽ യേശുവിനെ അടക്കിയ കല്ലറ തുറന്നു കിടക്കുക. നേരത്തെ അവിടെ ആരെ അടക്കിയോ ആ വ്യക്തി ആ കല്ലറ വിട്ടുപോയിരിക്കുക. അപ്പോൾ യേശുവിൻ്റെ മരണം അതൊരു യാദൃച്ഛിക സംഭവമല്ല, മറിച്ച് യേശു ജനിക്കുന്നതിന് മുമ്പ് 700-800 പരം വർഷങ്ങൾ മുമ്പ് യേശു ജനിക്കുമെന്നും യേശു ഇന്നതൊക്കെ ചെയ്യുമെന്നും വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ കാണിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയാൻ ഇപ്പോൾ ഞാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ, യേശുവിൻ്റെ ക്രൂശീകരണം. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, ഈ വേദപുസ്തകത്തിൽ യേശുവിൻ്റെ ക്രൂശീകരണം നടക്കുമ്പോൾ ഏതെങ്കിലും കുറച്ച് പേര് അദ്ദേഹത്തോട് കാരുണ്യം കാട്ടി, സ്നേഹം കാട്ടി, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു എന്നൊന്നും അവിടെ എഴുതിയിരിക്കുന്നതല്ല. ലോകം മുഴുവനും അദ്ദേഹത്തെ വെറുത്തു. അന്നത്തെ ഭരണാധികാരികൾ യേശുവിനെ വെറുത്തു. റോമൻ സാമ്രാജ്യത്തിനെതിരെ സംസാരിക്കുകയും ഞാൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് വളരെ വ്യക്തമായി ഉറക്കെ പറയുകയും ചെയ്ത യേശുവിനെ ക്രൂശിക്കാൻ തീരുമാനമെടുത്ത സംഭവം ചരിത്രത്തിലുണ്ട്. അപ്പോൾ ചരിത്രം കൂടെ നിങ്ങൾ പഠിക്കണം. വളരെ വ്യക്തമായിരിക്കുന്ന യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു എന്ന് പുസ്തകം പഠിപ്പിക്കുന്നു. സക്കറിയ പ്രവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ കൂലിയായി 30 വെള്ളിക്കാശ്
തൂക്കിത്തന്നു. എത്ര വ്യക്തമായി എഴുതിയിരിക്കുന്നത് പ്രവചനത്തിൽ, യേശു ജനിക്കുന്നതിന് മുമ്പ്. അപ്പോൾ യേശുവിൻ്റെ ഒറ്റിക്കൊടുക്ക 30 വെള്ളിക്കാശിന് ആണ് എന്ന് യേശു ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു. അടുത്ത് പറയുകയാണ്, യേശുവിൻ്റെ ചെകിട്ടത്ത് അടിക്കും. നാം പഠിപ്പിക്കുന്ന യേശുവിൻ്റെ ചെകിട്ടത്ത് അവർ അടിച്ചു, യേശുവിൻ്റെ മുഖത്ത് തുപ്പി. യേശുവിൻ്റെ മുഖത്ത് തുപ്പി എന്ന് പറയുമ്പോൾ ഏകദേശം 600-ൽ പരം പുരുഷന്മാർ ഒരുമിച്ച് തുപ്പി എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഒരാളുടെ തുപ്പലല്ല, 600 പേർ ഒരുമിച്ച് യേശുവിൻ്റെ മുഖത്ത് തുപ്പി എന്ന് ചരിത്രം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ എഴുതിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനത്തിൻ്റെ 50-ന്റെ 6 പറയുന്നു, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. എത്ര വ്യക്തമായ പ്രവചനം എഴുതിയിരിക്കുന്നു. യേശു ജനിക്കുന്നതിന് 750-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ്. അടുത്തത്, യേശുവിൻ്റെ അങ്കിക്കായി ചീട്ടിടും എന്ന് വളരെ വ്യക്തമായി സങ്കീർത്തന പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. പഴയ നിയമ വിശുദ്ധന്മാരെ പാടിയ പുസ്തകമാണ് സങ്കീർത്തനം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. സങ്കീർത്തനം 22-ന്റെ 18 അപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ നടന്ന സംഭവമാണ്. യേശുവിൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. അപ്പം വളരെ വ്യക്തമായി പറയുന്നത്, അടുത്തത് യേശു അകൃത്യങ്ങൾ ചുമക്കും എന്നുള്ളതാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. യെശയ്യാ പ്രവചനം 53-ന്റെ 4 പ്രിയപ്പെട്ടവരെ, യേശു അകൃത്യങ്ങൾ ചുമക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പഠിപ്പിക്കുന്ന പുസ്തകത്തിൻ്റെ തെളിവായ വാക്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, യേശുവിനെ നിന്ദിക്കപ്പെടും. സങ്കീർത്തനം വളരെ വ്യക്തമായി, നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു, നിന്നെ നിന്ദിക്കുന്ന നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു, യേശുവിനെ ചെകിട്ടത്തടിക്കുന്നു, അങ്കിക്കായി ചീട്ടിടുന്നു, അകൃത്യങ്ങൾ ചുമക്കുന്നു, നിന്ദിക്കപ്പെടും ക്രൂശീകരണത്തോടനുബന്ധിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്ന വിഷയം, ഇത് അന്ന് ഒരു ആക്സിഡൻ്റിൽ അല്ലെങ്കിൽ അപ്പോൾ നടന്ന കാര്യമല്ല, മറിച്ച് വളരെ വ്യക്തമായി പറയുന്നു, മുൻകൂട്ടി നിയമിച്ച കാര്യമാണ്. അകൃത്യയാഗമായി മരിക്കും. യെശയ്യാ പ്രവചനം 53-10 എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി, അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗം തീർന്നിട്ട് അവൻ സന്ധ്യതയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അകൃത്യയാഗമായി മരിക്കും. പഴയ നിയമ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അന്ന് പാപപരിഹാരമായി മനുഷ്യരുടെ പാപം ചെറുതും വലുതും അതിൻ്റെ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് കുറുമ്പ്രാവിനെയോ ആട്ടുകൊറ്റനെയോ കാളക്കിടാവിനെയോ യാഗം കഴിച്ച് ആ യാഗത്തിൻ്റെ ചാരം യാഗമർപ്പിക്കുന്ന വ്യക്തിക്ക് കൊടുത്ത് പാപമോചനം നടത്തിയിരുന്ന കാലത്ത് യേശു കാൽവറിയിൽ പരമയാഗമായി തീർന്നു. ലോകത്തിലുള്ള സകല ജനതയുടെയും, അല്ലെങ്കിൽ യഹൂദനെന്നോ യവനനെന്നോ ബർബരനെന്നോ ഇല്ലാതെ സകലർക്കും വേണ്ടി യേശു യാഗമായി തീർന്നു എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം പഠിപ്പിക്കുന്നു. ദ്രവത്വം കാണും മുമ്പേ ഓർത്തെഴുന്നേൽക്കും. യേശു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട യേശുവിൻ്റെ ശരീരം ദ്രവത്വം കാണാതെ, വളരെ വ്യക്തമായി പറയുന്ന വേദപുസ്തകം, ദ്രവത്വം കാണാതെ, ദ്രവിച്ചു പോകാതെ, ജീർണിച്ചു പോകാതെ യേശുവിൻ്റെ ശരീരം എടുക്കപ്പെട്ടു. സങ്കീർത്തനം ഇങ്ങനെ പറയാം, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുന്നു. സങ്കീർത്തനം 16:10. വളരെ വ്യക്തമായി യേശുവിൻ്റെ ക്രൂശീകരണം, അല്ലെ യേശുവിൻ്റെ നിന്ദിക്കപ്പെടൽ, അല്ലെ യേശുവിൻ്റെ ഉയർപ്പ് ഒക്കെ വളരെ വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട, ഒന്നുകൂടെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു ചെറിയ ബൈബിൾ ഉണ്ടെങ്കിൽ സുവിശേഷങ്ങളിലേക്ക് വന്നാട്ട് മത്തായിയിൽ 26:16,
യോഹന്നാൻ 18:22, മർക്കോസ് 14:65, മത്തായി 27:35, യോഹന്നാൻ 1:29, ലേഖനങ്ങളിലെ കൊരിന്ത്യർ 15:3, റോമർ 15:3, യോഹന്നാൻ 1:29, മർക്കോസ് 16:16, അപ്പോസ്തല പ്രവൃത്തി 2:30 തുടങ്ങിയ തിരുവചനങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചാൽ അവിടെയൊക്കെ കാണുന്നത് യേശു ക്രൂശിക്കപ്പെട്ടു, അല്ലെങ്കിൽ യേശു സകല മാനവരാശിക്കും വേണ്ടി കാൽവറിയുടെ കുലക്കളത്തിൽ ക്രൂശിക്കപ്പെട്ടു, ക്രൂശിൽ തറച്ചു എന്ന് വളരെ പ്രധാനം ഞങ്ങൾ വിശ്വസിക്കുന്ന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി യെരുശലേമിലേക്ക് യാത്രയാകുമ്പോൾ മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ ഇന്നുവരെ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് ആവശ്യമെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിക്കുന്നത് സുവിശേഷ മത്തായി 16:21 നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എന്തുകൊണ്ടും യേശുവിൻ്റെ മരണം തൻ്റെ പിതാവിൻ്റെ ഇച്ഛ അനുസരിക്കുക മാത്രമായി ചെയ്തത്. നമുക്ക് കാണാൻ കഴിയും, യേശു തൻ്റെ മരണത്തോളം അറുക്കാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ മരണത്തിന് മുൻപിൽ വളരെ വിനയത്തോടെ തൻ്റെ പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരു നല്ല പുത്രനായി യേശു വേദപുസ്തകത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മരണം അത് മാന്യമായൊരവസ്ഥയാണ് ക്രിസ്ത്യാനിക്ക്. യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ ക്രിസ്ത്യാനിക്കൊരു മാന്യാനുഭവമാണ്. ഈ ലോകത്തിൽ ഇന്ന് വരെ ആർക്കും മനുഷ്യരാശിക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ യേശു തൻ്റെ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി തന്നു. ദിവസം പഠിക്കുമ്പോഴവിടെ ഗലാത്യ ലേഖനം 3:13 പറയുന്നു, ക്രൂശിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ. അങ്ങനെയെങ്കിൽ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ തൂങ്ങി നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആ യേശുവിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ താല്പര്യമുള്ളത്. 1-2 വാക്യങ്ങളുടെ പറഞ്ഞ് ഞാൻ ഈ ചെറിയ എൻ്റെ പ്രബോധനം ഇവിടെ പര്യവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗലാത്യ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അതിന് 5-ാം അധ്യായത്തിന് 24-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ അകത്തുള്ള മോശം സ്വഭാവങ്ങളെ പുറത്തു കളയുവാൻ ക്രൂശിൽ പിടഞ്ഞു മരിച്ച യേശുവിനോട് ചേർന്ന് നാം ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ, വിശ്വാസം ക്രൂശിക്കപ്പെട്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് ശുദ്ധീകരണം വരുമെന്ന് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം ഗലാത്യ ലേഖനം പറയും. ഗലാത്യ ലേഖന കർത്താവായ പൗലോസ് ശ്ലീഹ പറയുന്ന വാക്കുകളുടെ ഇവിടെ ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം പറയുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ഗമാലിയൻ്റെ കാൽക്കീഴിലിരുന്ന് പഴയ നിയമ പുസ്തകങ്ങൾ വളരെ വ്യക്തമായി പഠിച്ച് ആധികാരികതയോടെ യഹൂദന്മാരിൽ ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്ന ആ പ്രിയ ശിഷ്യൻ യേശുവിനെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഞാൻ ഉദ്ധരിച്ചത്. അതിനെങ്കിൽ പ്രിയപ്പെട്ടവരെ, പ്രിയ ശ്രോതാക്കളെ, യേശു കാൽവറിയിൽ പിടഞ്ഞു മരിച്ചത് കേൾക്കുന്ന നിങ്ങൾക്കൂടെ വേണ്ടിയാണ്. യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടിയാണ് ഒഴുക്കപ്പെട്ടത്. താങ്കൾ ഏത് മതവിശ്വാസിയോ ആയിക്കൊള്ളട്ടെ, ജൈനനാകട്ടെ, ഹിന്ദു ആകട്ടെ, മുസ്ലിമാകട്ടെ, സിഖുകാരനാകട്ടെ, മറ്റേത് ഭൂഖണ്ഡത്തിലുള്ള ആളാണെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്കളുടെ കമൻറ്റിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കർത്താവ് താങ്കൾ എവിടെയായിരുന്നാലും താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിയുന്നുവെങ്കിൽ താങ്കൾ വിശ്വസിക്കുന്ന പുസ്തകത്തോടുകൂടെ ബൈബിളും ചേർത്ത് വെച്ച് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാക്കുകളൊക്കെ സത്യമാണെന്നോ, യേശു ഈ ഭൂമിയിൽ വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, തൻ്റെ പിതാവിൻ്റെ ഇച്ഛ നിവർത്തിപ്പാനായിട്ട്
ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത് ഫിലിപ്പിയ ലേഖനം, ഹി ഈസ് എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിച്ചു. ദൈവമായിരിക്കെ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കാതെ ഈ താണലോകത്തേക്ക് ഇറങ്ങുന്നത്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തൻ്റെ മരണത്തോളം ക്രൂശീകരണത്തോളം തൻ്റെ പിതാവിനെ ആജ്ഞ അനുസരിപ്പാനായിട്ട് യേശു കാണിച്ച മാതൃക നമുക്ക് കാണിക്കാം. നമ്മുടെ വാക്കിൽ, നോക്കിൽ, പ്രവൃത്തിയിലൊക്കെ, ചിന്തകളിലൊക്കെ തെറ്റുകളുണ്ട്. ഇന്ന് നമുക്ക് ക്ഷമ ചോദിച്ചു, യേശുവേ എന്നെ കൂടെ അങ്ങയുടെ സന്നിധിയിൽ ശിഷ്യനാക്കി തീർക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി സ്വർഗം ഇന്നും തുറന്നിരിക്കുന്നു. യേശുവിൻ്റെ കരങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുക. കരം തന്ന് കർത്താവിനോട് ചേർപ്പാൻ, കർത്താവിന് ഇഷ്ടം തോന്നുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അൻപുള്ള ദൈവമേ, നല്ലത് മനോഹരമായ സമയത്തിനെ സ്തോത്രം ചെയ്തു. ഈ വീഡിയോ ക്ലിപ്പ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അങ്ങ് സംസാരിച്ച് നിങ്ങളുടെ ആത്മാവ് ഇടപെട്ട് ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവും കർത്താവിനെ സ്വീകരിപ്പാൻ ഇങ്ങനെ ഇടുകടുക്കണമേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വാക്കിൽ സംസാരത്തിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ഇന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തൃകരങ്ങളിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷിയാൽ ഗിൽഗാൽ മിനിസ്ട്രിയുടെ ഭാഗമായി ഇങ്ങനൊരു വീഡിയോ ചെയ്യുവാൻ കർത്താവ് ഇടതന്നല്ലോ, സഹായിച്ചല്ലോ. നല്ല നിമിഷങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. പൊന്നുപിതാവേ കേൾക്കുമാറാണ്. എല്ലാവരെയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി നേർന്നുകൊണ്ട്, ആശംസ നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.